ജർമ്മനിയുടെ നെയ്ബറിംഗ് കൺട്രിയായ ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് ഒരു 2-day ട്രിപ്പ് പോയാലോ. ഫ്ലിക്സ് ബസ് ത്രൂ ആയിരുന്നു നമ്മുടെ ജേർണി. അങ്ങനെ രാത്രി ഞങ്ങൾ സ്റ്റുട്ട്ഗാർഡിൽ നിന്ന് വിട്ടു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ ചെക്കിന്റെ ക്യാപിറ്റൽ സിറ്റി ആയ പ്രാഗിലെത്തി. അവിടെ നിന്ന് നേരെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ റൂമിലേക്ക് പോയി. ഇവിടുത്തെ മിക്ക ഹോട്ടൽസിന്റെയും ചെക്ക് ഇൻ ടൈം 3 o'clock സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് നേരത്തെ തന്നെ ലഗേജ് ഒക്കെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ അവിടെ സ്പെഷ്യൽ റൂംസ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ സിറ്റി സെന്ററിലേക്ക് പോകാൻ നടത്തു. അങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ കറൻസി എക്സ്ചേഞ്ച് കണ്ടത്. കൊറോണ ആണ് ഇവിടുത്തെ കറൻസി. 24.5 ആണ് എക്സ്ചേഞ്ച് റേറ്റ്. അങ്ങനെ കുറച്ച് യൂറോ നമ്മൾ കൺവേർട്ട് ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് നേരെ ഓൾഡ് ടൗൺ സ്ക്വയറിലേക്കാണ് ആദ്യം പോയത്. ഇവിടെയാണ് വേൾഡിലെ 3rd ഓൾഡസ്റ്റ് ക്ലോക്ക് ആയ ആസ്ട്രോണോമിക്കൽ ക്ലോക്ക് ഉള്ളത്. ഓരോ 1 hourലും 1 to 2 minutes ഈ സ്കെൽറ്റൻ ഇവിടെ ബെല്ലടിക്കുകയും മേളിലെ അപ്പോസിൽസ് ഇവിടെ മൂവ് ചെയ്യുകയും ചെയ്യും. പിന്നെ അവിടെ നിന്ന് അടുത്ത ലൊക്കേഷനായ ഫ്രാൻസ് കഫ്ക റൊട്ടേറ്റിംഗ് ഹെഡ് കാണാനാണ് പോയത്. ഓരോ 1 hourലും ആദ്യത്തെ 15 minutes ആണ് ഈ പ്ലേറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് നടന്നപ്പോഴാണ് ഈ സ്പിറ്റ്ഫൈർ ബട്ടർഫ്ലൈസ് നമ്മളൊരു സ്ട്രീറ്റിൽ കണ്ടത്. 2 എയർക്രാഫ്റ്റും പിന്നെ ബട്ടർഫ്ലൈ വിങ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്കൾച്ചറാണ്. രാത്രി ആകുമ്പം ഇത് ലൈറ്റ് ഒക്കെ ഇട്ട് ഈ വിങ്സ് ഇങ്ങനെ അനങ്ങുന്ന പോലെ കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് നേരെ പ്രാഗിന്റെ മെയിൻ അട്രാക്ഷനായ ചാൾസ് ബ്രിഡ്ജിലേക്കാണ് അടുത്തത് പോയത്. 2 എൻഡിലും ഗോത്തിക് ടവറോടുകൂടി പെഡസ്ട്രിയൻസിന് മാത്രം നടക്കാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജാണ്. 2 സൈഡിലായിട്ട് 30ഓളം സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഒന്നും കൂടുതൽ ഹിസ്റ്ററി എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ആ ബ്രിഡ്ജിലൂടെ നടക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ലെനൻ വോള് കണ്ടു. പിന്നെ നെക്സ്റ്റ് നമ്മള് പൗഡർ ടവറിലേക്കാണ് പോയത്. അത് കഴിഞ്ഞ് വൈറ്റ് പീക്കോക്കിനെ കാണാനായിട്ട് വോളൻസ്റ്റൈൻ ഗാർഡനിലേക്ക് നേരെ ചെന്നു. അതിലും ബ്യൂട്ടിഫുൾ നമ്മുടെ സാധാ പീക്കോക്ക് ആയിരുന്നു. അടിപൊളിയായിരുന്നു അടുത്ത് കണ്ടപ്പോൾ. ഈ ഒരു സമയത്ത് ഞങ്ങൾ ശരിക്കും ടയേർഡായി. പക്ഷെ എന്നാലും പ്രാഗ് കാസിലും പിന്നെ അവിടെയുള്ള സെയിന്റ് വിറ്റൂസ് കത്തീഡ്രലും പോയി കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ഫുൾ എനർജി ഡ്രോപ്പ് ആയപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് ഓർത്ത് നേരെ റൂമിലേക്ക് വിട്ടു. ഒരു മെട്രോ എടുത്താണ് നമ്മൾ റൂമിൽ ചെന്ന് അവിടെ പോയി ചെക്ക് ഇൻ ചെയ്തു. പിന്നെ രാവിലെ കൊണ്ടുവച്ച ലഗേജും ഒക്കെ നമ്മൾ എടുത്തു. നേരെ റൂമിൽ കയറി. ഇതാണ് നമ്മുടെ റൂം. എൻജോയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. റൂമും ടോയ്ലറ്റും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ നമ്മുടെ റൂം 20th ഫ്ലോറിലായിരുന്നു. അതുകൊണ്ട് നല്ല അമേസിംഗ് വ്യൂ ആയിരുന്നു ഇവിടെ. സോ പ്രാഗിലെ Day 2 വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ തന്നെ പേജ് ഫോളോ ആക്കിക്കോ. ബൈ.